എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ ഉടനെ യാതൊരു വിവരശേഖരണവും നടത്താതെ ചാടിക്കേറി റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്ക് ഇതൊരു താക്കീതാണ്. നിവിൻ പോളിക്കെതിരെ ആരോപണമുന്നയിച്ച സ്ത്രീയുടെ ഫോട്ടോയും പേരും വെളിപ്പെടുത്തിയതിനെ തുടർന്ന് 12 യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിരുന്നു. നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ്. 12 യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഊന്നുകൽ പോലീസ് സ്റ്റേഷനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിയമപ്രകാരം സാധ്യമല്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായവരുടെ പേരോ ചിത്രങ്ങളോ അവരുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളോ പരസ്യപ്പെടുത്താൻ പാടില്ല. അതായത് ഒരു സ്ത്രീ താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്താൽ പിന്നെ ആർക്കും അവരുടെ ഡീറ്റെയിൽസ് പരസ്യപ്പെടുത്താനുള്ള അധികാരം ഇല്ല. അങ്ങനെ ചെയ്താൽ അത് ശിക്ഷാർഹമാണ്. പീഡനം എന്ന് പറഞ്ഞ് ഒരു വാർത്ത പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു പുരുഷനും ജീവിതമുണ്ടെന്നും ആ പുരുഷനൊരു ഭാര്യയുണ്ടെന്നും ആ പുരുഷനൊരു മകളുണ്ടെന്നും കൂടി മനസ്സിലാക്കുക. യൂട്യൂബേഴ്സിനെതിരെ ചാർത്തിയ വകുപ്പുകളിൽ KP Act 120O എന്ന വകുപ്പ് ന്യൂയിസൻസിനെതിരെ ചാർത്തുന്നതാണ്. അതിന് 1 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. പിന്നെ സെക്ഷൽ അസോൾട്ട് വിക്ടിമിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് 72 BNS ആണ്. അതിൽ 2 വർഷം തടവാണ് ശിക്ഷ. ഈ വകുപ്പുകൾ പ്രകാരം നോട്ടീസ് കൊടുത്ത് BNSS 35(3) പ്രകാരം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2014 ജൂലൈ 2 അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയക്കുക. അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനല്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ഒരു സ്ത്രീ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ ആ പരാതിക്കാരി ഇരയും അതിജീവിതയും ഒക്കെ ആകുന്നത് ആ പുരുഷനെ കോടതി കുറ്റവാളിയാണ് എന്ന് പറയുമ്പോഴാണ്. യൂട്യൂബർമാർക്ക് നേരെ പരാതി എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിക്കാരിയുടെ ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ചു എന്ന രീതിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ മെഡിക്കലി പ്രൂവൺ ആയ ഒരു കേസിലും പറയാം ആ സ്ത്രീ ഇരയാണ്, അതിജീവിത ആണ് എന്ന്. എന്നാൽ ഒരു പുരുഷനെതിരെ ഇങ്ങനൊരു ആരോപണം മാത്രം ഉന്നയിക്കുമ്പോൾ അയാൾ കുറ്റവാളിയാണോ എന്ന് തെളിയുന്നതിന് മുൻപ് തന്നെ ആ പുരുഷന്റെ വിവരങ്ങൾ, ചിത്രങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ ആ പുരുഷന്റെ ജീവിതം, കുടുംബം, മാനസികാവസ്ഥ എല്ലാം തകരുന്നുണ്ട് എന്നൊരു കാര്യം കൂടെ ഉണ്ട്. പക്ഷെ നിയോജകൻ അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ് ചെയ്ത് അത് ഫേക്ക് ആണെന്ന് അത് തെളിയിച്ചു എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള കേസുകളിൽ സ്ത്രീക്ക് കൊടുക്കുന്ന പരിഗണന ആ പുരുഷൻ കുറ്റവാളി ആണെന്ന് കോടതി പറയുന്നത് വരെ ആ പുരുഷനും കൊടുക്കണം. നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യനും എന്താ വീട്ടുകാരും കുടുംബക്കാരൊന്നുമില്ലേ? അയാളുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആരും കാണുന്നില്ലേ? യൂട്യൂബുകളിലൂടെ അത് ഇപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനെ ട്രോളാൻ പോലും ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു ഇരയുടെ മൊഴികളിൽ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അയാൾക്ക് സമൂഹത്തിൽ, കുടുംബത്തിൽ ഉള്ള വില നഷ്ടമാകുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ ഉടനെ യാതൊരു വിവരശേഖരണവും നടത്താതെ ചാടിക്കേറി റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്ക് ഇതൊരു താക്കീതാണ്.